ഇന്നെല്ലാവരും ഉണർവ് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നവരാണ്. ഒരു പ്രോഗ്രാം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടോ കുറച്ച് ഒരാഴ്ച സ്പെഷ്യൽ പ്രെയർ നടത്തിയുകൊണ്ടൊന്നും റിവൈവൽ വരത്തില്ല പ്രിയപ്പെട്ടു, ഉണർവ് വരത്തില്ല. ഇനി ഏറ്റവും ഒരു ഉണർവ് എന്താണ്, റിവൈവലിസ്റ്റിനെ കൊണ്ടുവന്നാലും ഉണർവ് നടക്കത്തില്ല. ഇനി ഇത്ര ഇൻസ്ട്രുമെൻറ്റ്സ് പോരാ, ഡ്രമ്മ് നമുക്ക് രണ്ടും കൂടെ വാങ്ങിക്കാം, ആടിച്ച് പെരിപ്പിച്ചിട്ടൊന്നും ഉണർവ് വരത്തില്ല. റിവൈവൽ വിൽ കം when every member in the church begins to set things right with one another. സഭയിലുള്ള ഓരോ അംഗങ്ങളും അന്യോന്യം അവരുടെ ബന്ധങ്ങൾ നേരെ ആക്കുമ്പം, ആ ബന്ധങ്ങൾ എന്ന് പറയുമ്പം അന്യോന്യം എന്ന് പറയുമ്പം ആദ്യം വീട്ടിൽ തുടങ്ങി സഭയിലും അല്ലേ ബന്ധങ്ങൾ നമ്മൾ നേരെ ആക്കുമ്പം റിവൈവൽ വിൽ കം. എത്ര പേർ ഇത് വിശ്വസിക്കുന്നു? പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം, ഹൂ വിൽ ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? ആരാദ്യത്തെ പടിയെടുക്കും? അതാണ് നമ്മുടെ പ്രശ്നം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആര് ആദ്യത്തെ പടിയെടുക്കാനാ? ഇന്ന് കേട്ടില്ലേ? ഇപ്പം നിങ്ങൾ ഭാര്യ എന്തായിരിക്കും പറഞ്ഞ്, എൻ്റെ ചേട്ടാ ഇത് കേട്ടോ എന്തോ, അങ്ങനെ ഇത് കേൾക്കണേ ദൈവമേ, ഇരുന്ന് ഉറങ്ങുകയാണോ എന്തോ എനിക്കറിഞ്ഞൂടാ. നിങ്ങളെന്തായിരിക്കും പറയുന്നത്? എൻ്റെ ദൈവമേ ഇത്രയൊക്കെ കേട്ടിട്ട് ഇതിൽ കൂടുതൽ ഈ പാസ്റ്റർ എങ്ങനെയാണ് എൻ്റെ ഭാര്യയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നത്? അപ്പോൾ ഇവിടെ രണ്ടുപേരും നമ്മൾ എന്തോ ഈ പറയുന്നത്, ലെറ്റ് ദി അതർ പേഴ്സൺ ടേക്ക് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താണ് ആദ്യത്തെ ചുവട് ആര് വയ്ക്കണം? ലെറ്റ് ദി അതർ പേഴ്സൺ. പക്ഷെ ബൈബിളിൽ പറഞ്ഞത് യു ഫസ്റ്റ് ഗോ ആൻഡ് റിക്കൺസൈൽ ആൻഡ് കം. അതിൻ്റെ അർത്ഥം യു ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യത്തെ പടി ആരെടുക്കണം? യു അല്ല. ഒന്ന് നെഞ്ചിലോട്ട് കൈവച്ചേ. കൊച്ചു പിള്ളേർ പറയും ഞാനാ. അതുപോലെ തന്നെ ആരാ എടുക്കേണ്ട ആദ്യത്തെ ചുവട്? ഞാനാ. കാര്യം യു ആർ ദ വൺ ഹു കം ടു ദി ഓൾട്ടർ. നിങ്ങളായി യാഗപീഠത്തിലേക്ക് വന്നിരിക്കുന്നത്, നിങ്ങളായി ഇത് അർപ്പിക്കാൻ നിങ്ങളായി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്, നിങ്ങളായി ആരാധിക്കാൻ വന്നിരിക്കുന്നത്, നിങ്ങളായി കൂട്ടായ്മയ്ക്ക് വന്നിരിക്കുന്നത്, നിങ്ങളായി ശുശ്രൂഷയിലേക്ക് വന്നിരിക്കുന്നത്. എന്ത് കൂട്ടായ്മയും ശുശ്രൂഷയും പ്രാർത്ഥനയും ആരാധനയും സ്തുതിയും എല്ലാം അത് ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് വാട്ട് എവർ യു പ്രേ വിത്ത് ഫെയ്ത്ത്. വെൻ എവർ യു പ്രേ forgive and pray. കാര്യം മനസ്സിലായി? അവിടെ രണ്ട് പദം ശ്രദ്ധിക്കണം. വാട്ട് എവർ ആൻഡ് വെൻ എവർ. വാട്ട് എവർ എന്തും ചോദിച്ചോ, വിശ്വാസത്തോടെ ചോദിക്കണം. പക്ഷേ അത് ചോദിക്കുമ്പം വെൻ എവർ യു കം ടു പ്രേ, forgive and pray.